സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ഡൽഹിയിൽ നിന്ന് കലോത്സവം കാണാൻ തിരുവനന്തപുരത്തെത്തിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. പേര് ലിനറ്റ്, മ്യൂസിക് ടീച്ചറാണ്. എങ്ങനെ ഇത്ര ദൂരം വരാൻ തോന്നിയത്? ഇവിടെ സ്റ്റേറ്റ് കലോത്സവം ട്രിവാൻഡ്രത്ത് നടക്കുന്നത് കേട്ടപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ ഓർത്തു. പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാമെന്നും അങ്ങനെയൊക്കെ ചിന്തിച്ചെത്തിയതാണ്. ലീവ് ചോദിച്ചു വന്നാണോ? ലീവിന് വന്നതാണ്. അപ്പോഴാണ് കലോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ ഇനങ്ങളായിരുന്നു പങ്കെടുത്ത്? മെയിൻലി ഞാൻ പങ്കെടുക്കാറുള്ളത് ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക് ഒക്കെയാണ് ഫോക്കസ് ചെയ്യാറുണ്ടായിരുന്നത്. സംസ്ഥാന തലത്തിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ട്രിവാൻഡ്രത്തും മലപ്പുറം, ആലപ്പുഴ അവിടെയൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ മ്യൂസിക് ടീച്ചറായി മാറിയിരുന്നോ? അത് കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ് വന്നിരുന്നു. പിന്നെ ഞാൻ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്ത് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചറായി വർക്ക് ചെയ്ത ശേഷം മ്യൂസിക്കിലേക്ക് എത്തിയതപ്പോ? അതെ. എത്ര കാലം വർക്ക് ചെയ്തു? ഞാൻ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് 4 വർഷം കഴിഞ്ഞു. മ്യൂസിക് ടീച്ചറായിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ. ഡൽഹിയിലാണല്ലേ? ഡൽഹിയിലാണ്. പണ്ട് ഗാനമേള, റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നിടത്തുനിന്ന് അത് നിർത്തിയിട്ട് മ്യൂസിക്കിലേക്ക് മാറിയതാണ്. പാഷൻ കാരണം അല്ലേ? വീണ്ടും പാഷൻ കാരണം, ടേസ്റ്റ് കാരണം മ്യൂസിക്കിലേക്ക് മാറി. അവിടെ എങ്ങനെ ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങനെ എല്ലാം പഠിപ്പിക്കോ മ്യൂസിക്? അതെ, നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ മലയാളം യൂസ് ചെയ്യാറില്ല. കൂടുതൽ ഇംഗ്ലീഷ്, ഹിന്ദിയാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. ഡൽഹി പബ്ലിക് സ്കൂളാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പഠിപ്പിക്കുന്ന ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഒരു ഹിന്ദി ഏതെങ്കിലും? ഓക്കെ, ഒരു ഫിലിം സോങ് ഹിന്ദി പാടാം. ये मोह मोह के धागे तेरी उंगलियों से जा उलझे, कोई टोह टोह ना लागे, किस तरह गिरहा ये सुलझे, ये रोम रोम एक तारा, ये रोम रोम एक तारा जो बादलों में से गुजरे, ये मोह मोह के धागे तेरे उंगलियों से जा उलझे, कोई टोह टोह ना लागे, किसी तरह गिरहा ये सुलझे. തിരുവനന്തപുരത്ത് എത്തിയിട്ട് കലോത്സവമൊക്കെ ഏകദേശം കണ്ടോ? എല്ലാം വേദികളൊക്കെ പോയോ? ഓക്കെ, കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ. പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ? പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരായിരുന്നു. അപ്പോൾ എന്തായാലും പരമാവധി എല്ലാവരുടെയും എല്ലാ വേദികളിലും പോവുക, പഴയ ഓർമ്മകളൊക്കെ ഓർക്കുക. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ.